ഹായ്. ഇന്നേ ഒരു ചെറിയ മോട്ടിവേഷൻ പറയട്ടെ. എന്താണെന്നറിയോ, നമ്മൾ എന്താ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് അത് നമ്മളാകുമെന്ന് പറയുന്നില്ലേ. അതിന് വേറൊരു തരത്തിലൊരു എക്സാമ്പിളും കൂടെ ഞാൻ കേട്ടായിരുന്നേ. ഒരു ടോക്ക് ഷോയിൽ കേട്ടതാണ്. നമ്മളൊരു വാഴപ്പഴം കഴിക്കുകയാണെന്ന് ഓർത്തോളൂ. വാഴപ്പഴം, ബനാന. പിന്നെ ആ ബനാന നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഇല്ലല്ലോ, ബനാന നമ്മൾ കൺസ്യൂം ചെയ്തു. അത് കഴിഞ്ഞ് ആ വാഴപ്പഴം അല്ലെങ്കിൽ ആ ബനാന നമ്മളുടെ ശരീരത്തിലെ മജ്ജയും ചോരയും ഒക്കെ ആയിട്ട് മാറുകയാണ് അല്ലേ. ജസ്റ്റ് ഇമാജിൻ വാട്ട് എവർ വി ആർ ഈറ്റിംഗ്, വി അബ്സോർബ് ഇറ്റ്. സോ ദ ബനാന ബിക്കംസ് ആഗ. ശരിയല്ലേ? അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. ശരിയാണല്ലേ, നമ്മൾ എന്ത് കഴിച്ചു അത് അങ്ങ് നമ്മളിലേക്ക് അങ്ങ് ആവാഹിച്ചെടുക്കുകയാണ്. ഒരിക്കലും പിന്നെ അത് ആ രൂപത്തിൽ തിരിച്ചു വരില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തോട്ട്സില്ലേ, നല്ലൊരു തോട്ടാണെന്ന് വിചാരിക്കും. ആകെ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോകുന്നു, അവിടെ പോയിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ കാണുന്നു, തിരിച്ചു വരുന്നു അല്ലേ. അപ്പോൾ എന്തായി, ആ തോട്ട്സാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. എനിക്ക് പറ്റിയ 2-3 അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് കേട്ടോ. ഒരബദ്ധം, കാറ് എടുത്തിട്ട് ഞങ്ങൾ, അത് പഴയൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ പോയി നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ നാക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം. ഞാൻ ഞങ്ങളുടെ പപ്പയുടെ അടുത്തൊരു തറുതല പറയുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ തറുതല പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, അരവിന്ദിന് കുറേ നാൾ ജോലി ഇല്ലാണ്ടിരുന്ന സമയത്ത് അവിടെ പോകണ്ട ഇവിടെ പോകണ്ട എന്നങ്ങനെ എല്ലാത്തിലും റെസ്ട്രിക്ഷൻസ് ആയിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്കും അങ്ങ് കല്യാണം കഴിഞ്ഞ് 6 മാസമായിട്ടുള്ളൂ, ജോലിയൊന്നും ആയിട്ടില്ല. ആ ഫ്രസ്ട്രേഷൻ്റെ സമയത്ത് നമുക്കൊരു ജോലി കിട്ടുകയാണ്. അതായത് ജോലിയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ മദ്രാസിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് വന്ന് കളക്ട് ചെയ്യാനായിട്ട് ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ പപ്പ എല്ലാം പറഞ്ഞു, കാറിനൊന്നും പോകണ്ട, അങ്ങനെ ഓരോരോ തടങ്ങലിട്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാറിന് പോയാൽ അവിടെ എത്തില്ലേന്ന് ചോദിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ അവിടെ എത്തിയില്ല, പകുതി വഴിക്ക് ഞങ്ങൾക്ക് ആക്സിഡൻ്റായി. അതെന്നും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു റിഗ്രറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അത് പറയുന്നതാണ്. നന്മ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഞാൻ ചെയ്ത തെറ്റുകളും പറയണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതും മുതിർന്നവരോട് നമ്മൾ നല്ല, അരവിന്ദിൻ്റെ ജീവനാണ് അച്ഛൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവനാണ് അരവിന്ദ് അല്ലേ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അച്ഛനമ്മമാർക്ക്. അങ്ങനെയല്ലാത്തവർ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഈ മകൻ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു അച്ഛനാകുമ്പോൾ ഞാനിപ്പോൾ വന്ന പെൺകുട്ടി ഞാനത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷനായിരുന്നു വലുത്. ഇവരിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഇത്രയും ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു ആളെ ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നു, എന്നിട്ട് ഒരു ജോലി കിട്ടാൻ, അതായത് സം പീപ്പിളിനോ ഒരു ജോലി കിട്ടാൻ പോകുമ്പോൾ അതിന് ഇടയിൽ നിൽക്കുകയാണോ എന്നൊരു തോന്നൽ വന്നുപോയി എനിക്ക്. അതൊന്ന്. പിന്നെ സം പീപ്പിൾ, അരവിന്ദ് പോലെയുള്ള ആൾക്കാർക്ക് ഒരു പുഷ് വേണം, ചെയ്യും, പക്ഷേ എന്നാൽ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകില്ല. അത് ഈ അനുസരണയുള്ള മക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് പോട്ടെ. നമ്മുടെ പേഴ്സണൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ടോക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അല്ലേ. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ തോട്ട്സും നമ്മളായി മാറുകയാണ് അല്ലേ. ദറ്റ് ഓൾസോ വിൽ ബിക്കം ഇവൻറ്റ്സ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ ആ സാമഗ്രികളെ നമ്മളാക്കി മാറ്റാനുള്ള കഴിവ് നമ്മളുടെ ശരീരത്തിനുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ മൈൻഡിന് നമ്മളുടേതാക്കി മാറ്റി അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് വിവരമുള്ള ഒരുപാട് ആളുകൾ ടോക്സിലൂടെയൊക്കെ പറയുന്നത്. ഞാൻ അബ്സോർബ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് തോന്നി. അപ്പോൾ ഇത് ഒരു മനസ്സിൽ വെച്ച് വേണം കേട്ടോ. നാക്ക് യൂസ് ചെയ്യുമ്പം ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ വളരെ ശ്രദ്ധിക്കൂ കേട്ടോ. പ്രായമായവരും ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ കർമ്മ എല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് ഡിസൈഡഡ് ആയല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് അല്ലേ. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് പ്രവർത്തിക്കുക, നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ കാര്യങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. എന്താണ് നമ്മൾ പങ്കുവയ്ക്കുന്നതെന്ന് നമ്മൾ ഓർത്ത് വെക്കുക. ഒരിക്കലും മാറ്റി മാറ്റി പറയരുത്. ഡോണ്ട് മിൻസ് യുവർ വേർഡ്സ്. ഇന്നലെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞതാണെങ്കിൽ ഇന്നലെ പറഞ്ഞത് തന്നെ ആയിരിക്കണം ഇന്നും ഞാൻ പറയുന്നത്. അതില്ല കേട്ടോ, ആ കാര്യം എന്നോട് ചോദിക്കേണ്ട, ഞാൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഫോർ ദാറ്റ്. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ സ്റ്റാൻഡ്. ആരെങ്കിലും വന്ന് നിങ്ങളൊന്ന് കജോൾ ചെയ്ത് നിങ്ങളെ ഒന്ന് മയക്കി അടിച്ച് കഴിയുമ്പോൾ ശരി എന്നാൽ പോട്ടെ, അങ്ങനെ ആയിരിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് ദ വേ യു ഹാവ് ടു ലിവ് യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഭിപ്രായവും നിങ്ങളുടേതായ ഒരു എന്താ പറയുക, സിറുഡാക്കർ ജിയോ എന്ന് പറയില്ലേ ഹിന്ദിയിൽ, തല ഉയർത്തി ജീവിക്കൂ, അതുണ്ടാവണം എപ്പോഴും. ആൺകുട്ടികൾക്ക് എസ്പെഷ്യലി, പെൺകുട്ടികൾക്കും വേണം താനും. പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഞാനത് എസ്പെഷ്യലി ആൺകുട്ടികൾ എന്ന് പറയാൻ കാര്യം, ചിലയിടത്ത് കാണുന്നുണ്ട് ഈ ആൺകുട്ടികൾ എന്ത് ചെയ്യണമെങ്കിലും അച്ഛനമ്മമാർ പറഞ്ഞാലേ ചെയ്യുള്ളൂ. പെൺപിള്ളേർ കുറച്ചുകൂടി ഇപ്പം മുമ്പോട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് അല്ലേ.
അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആണും പെണ്ണും അങ്ങനെ തന്നെ ആയിരിക്കണം, വ്യത്യാസമൊന്നുമില്ല, ജെൻഡർ വ്യത്യാസമൊന്നും ഇന്നത്തെ കാലത്തേ ഇല്ല. രണ്ടുപേരും പണിയെടുക്കണം, രണ്ടുപേരും നല്ല സ്മാർട്ടായിരിക്കണം. യു ഹാവ് ടു ബി മോറലി ഗുഡ് ഓൾസോ. നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്തെടുക്കണം കേട്ടോ. മോറലി ഗുഡ് എന്ന് പറയുമ്പോൾ എവ്രിതിങ് മോറലി ഗുഡ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഫോർ എക്സാമ്പിൾ നമുക്ക് വെൽത്ത് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ പണത്തെ പറ്റി പറയാം. ഒരു പൈസ കടം വാങ്ങിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നാൽ തന്നെ കൈമറിക്കാതെ ഒരു 100 രൂപ തന്നെ എന്ന് പറഞ്ഞാൽ ആ 100 രൂപ നമ്മൾ അടുത്ത ദിവസം ഓർത്ത് കൊണ്ട് കൊടുക്കാനായിട്ടുള്ള, അതിനെയാണ് ആ മൊറാലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റുള്ള സെക്ഷുവൽ മൊറാലിറ്റീസ് ഉണ്ട്. വസ്ത്രം മാറുന്നത് പോലെ പാർട്ട്നേഴ്സിനെ മാറാതിരിക്കുക. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. കാരണം നമ്മുടെ ബോഡി വിൽ റിമെമ്പർ ഓൾ ദീസ് തിങ്സ് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പപ്പായോട് അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല എന്നുള്ളത്. എന്നെ നോവിപ്പിച്ചിട്ടുണ്ട് പലരും, പല രീതിയിലും പല കാര്യങ്ങളിലും നോവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ വെള്ളം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ആ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ ജയസൂര്യ വെള്ളം അടിച്ച് തീരാറായി, എൻ്റെ വൈഫ് കൂടെ നിൽക്കുന്നതും പിന്നെ എല്ലായിടത്തും ചെന്നാലും ഇൻസൾട്ട് കിട്ടുന്നതുമൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇൻസൾട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക്, എൻ്റെ കഥ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ജസ്റ്റ് ഒപ്പിച്ചു പോകുന്നു. മദ്രാസിലെ ജീവിതം ഒപ്പിച്ചു പോണ സമയങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഈ കസിൻസിനെയൊക്കെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണം അരവിന്ദിൻ്റെ ബ്രദറിന് കിട്ടുന്നതും ഞങ്ങൾക്ക് കിട്ടുന്നതും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ സൗദിയിൽ നിന്ന് വന്നേക്കാണ്. അപ്പോൾ ഈ നേരത്തെ പ്രവാസികളുടെ കാര്യം പറഞ്ഞ പോലെ കുറേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കൂല. 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പുള്ളിയും വന്നതെന്നും. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ, ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 1-1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ലീവിന് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതൊക്കെ. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്ന ഒരു സ്ഥലത്ത് നമ്മളോട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണനയൊന്നുമില്ല. ഈ സൗദി എന്ന് പറഞ്ഞ ആളവിടെ അടുത്ത് ഭയങ്കര പരിഗണന. ഫോൺ ചെയ്തിട്ട് അന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം കേട്ടോ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, അതെ ഇന്ന ആൾ വന്നിട്ടുണ്ട്, അതായത് അരവിന്ദിൻ്റെ അനിയൻ്റെ പേര് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്, അരവിന്ദ് വന്നിട്ടുണ്ട്, അത് പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ചേട്ടാ അപ്പം ഞങ്ങളെ കാണുന്നില്ലേ ഇവർ, കണ്ണി പിടിക്കുന്നില്ലേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഇതേ ആളുകൾ തന്നെ ഞാൻ മദ്രാസിൽ വലിയ വക്കീലായി, ഞങ്ങൾ നല്ല രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് അങ്ങേരിപ്പം ഇല്ല കേട്ടോ, മരിച്ചുപോയി, അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കിനി ഇൻസൾട്ടഡ് ആവണ്ട നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോൾ അല്ലേ. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പല സഹായങ്ങളും ചോദിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് എന്നോട് സഹായമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓർത്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ചവിട്ടുപടി സക്സസ്സിലേക്കുള്ള. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നു, ഒരു ദിവസം ഇയാൾ എനിക്കും വിളിച്ചിട്ട് ചോദിക്കും, എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിക്കേണ്ടി വരും ഇദ്ദേഹത്തിനെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ വിചാരിക്കാമോ ഇല്ലയോ, അതൊക്കെ തെറ്റല്ലേ ചേച്ചീന്ന് ഇപ്പം ഇതിൻ്റെ ഇടയിൽ ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. എൻ്റെ അന്നത്തെ കുഞ്ഞു ബുദ്ധിയിൽ എനിക്ക് 10-32 വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്കത് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുകയും ചെയ്തു. ബട്ട് ഞാൻ വിചാരിച്ചിരുന്നു, ഒരു ദിവസം എന്നെയും ആളുകൾ പറയും, ദാ ആകെ വന്നിരിക്കുന്നു കേട്ടോ, വരുന്നോ, മീറ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ച ലൈഫാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്കുമാകാം, എനിക്കാകാമെങ്കിൽ നിങ്ങൾക്കുമാകാം. ഞാനും ഒരു സാധാരണ പെൺകുട്ടിയല്ലേ, ഒക്കൽ എന്ന ഗ്രാമത്തിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വളർന്ന സാധാരണ ഒരു പെൺകുട്ടിയാണ് ഞാനും. അപ്പോൾ എനിക്കൊരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതുപോലെ വിശ്വസിക്കും, ലൈഫ് കിട്ടിയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ അങ്ങോട്ട് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. പവർ ഓഫ് നൗ എന്ന് തന്നെ പറഞ്ഞില്ലേ, അത് തന്നെ. സോ അത് ഒരിക്കലും നമ്മളെ ഡൗട്ട് ചെയ്യരുത് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, എല്ലാവരെ കൊണ്ടും പറ്റും. എല്ലാവർക്കും ഈ 2 കൈയും കാലും കണ്ണും ഈ മൂക്കും അതെല്ലാം ഒരേപോലെയാണ്. ബ്രെയിനും അതേ അളവിലുള്ള ബ്രെയിൻ തന്നെ എല്ലാവർക്കും തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്യുന്ന വിധമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അച്ചടക്കത്തോടു കൂടി യൂസ് ചെയ്യുക. ഒരിക്കലും മേയാൻ വിടരുത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് അഡിക്റ്റഡായി പോകാൻ പാടില്ലേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മയക്കുമരുന്ന്, അതിനകത്തേക്ക് അഡിക്റ്റഡ് ആയിട്ട് പോകാൻ പാടില്ല. അല്ലെങ്കിൽ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഇതെന്താ സംഭവം എന്ന് ഒരു പ്രാവശ്യത്തേക്ക് അറിയാം. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ മോറലി റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മോറലി റൈറ്റ് ആയിട്ടിരിക്കേണ്ടത് കേട്ടോ. ഇത് 2-3 ദിവസം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തള്ളി വന്നപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു.
പിന്നെ ഞാനൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മോറലി റൈറ്റ് ആകുമ്പോൾ ചില ഇൻറ്റ്യൂഷൻസ് നമ്മളെ രക്ഷപ്പെടുത്തും. അത് ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പോൾ ഈ പെഹൽഗാമിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാനത് ഓർത്തതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വാലി കാണണമെന്ന് കേട്ടോ. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിലെ കോൺട്രാക്ട്സ് ഈ JK ബാങ്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അവരുടെയാണ്, അത് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ വക്കീൽ വേണം കൂടെ. അപ്പോൾ എന്നെ വിളിച്ചു അവർ. ഒരു നിമിഷത്തേക്ക് ഞാനങ്ങോട്ട് ഭയങ്കരമായിട്ട് വിചാരിച്ചു, പോവാല്ലേ, പോകുന്നത് നല്ലതായിരിക്കും അല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചേ. എന്നിട്ട് ഞാൻ അതിൻ്റെ എൻ്റെ സീനിയർ പോയിക്കോളാൻ പറയും എപ്പോഴും. അപ്പോൾ ഈ ഓരോ ഡിവിഷൻസിനും ഓരോ ഹെഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസ് കേർബ് ചെയ്യാനേ അവർ നോക്കുകയുള്ളൂ, ആ ഹെഡ്സൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി അപ്രൂവൽ എടുക്കണം. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഓടിപ്പോയിട്ട് അപ്രൂവൽ ചോദിക്കുക കേട്ടോ, JK പോകാനായിട്ട്. JK ബാങ്കിൻ്റെ നെഗോഷിയേഷൻ. അപ്പോൾ അതിന് സെയിൽസുകാരൊക്കെ എപ്പോഴും ഉണ്ടാവും, കാരണം അവരാണല്ലോ അത് കൊണ്ടുവന്നേക്കണേ. പക്ഷെ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സൈൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ചോദിക്കണേ. ഞാൻ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ഭൂട്ടാനിലൊക്കെ പോയിട്ടുണ്ട് അതുപോലെ. അങ്ങനെ പെട്ടെന്ന് സൈൻ ചെയ്യിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇദ്ദേഹം അപ്രൂവൽ തരുമല്ലോ എന്ന് ഓർത്ത്, JK കാണാൻ വേണ്ടിയിട്ടാണല്ലോ, നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ചോദിക്കട്ടാ. നോ വൈ യു ഷുഡ് ഗോ, ആകെ എന്തിനാണ് പോകുന്നത്, അതിവിടെ ഇരുന്നിട്ട് അവർ ഫോൺ ചെയ്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് ക്ലോസാണ് ശരിയില്ലാത്തത്, ഏത് ലീഗൽ ടേമാണ് അതിൽ ശരിയില്ലാത്തതെന്ന് പറഞ്ഞാൽ മതി. ഒരാളുടെയും കൂടെ എക്സ്പെൻസ് അപ്പോൾ ഞങ്ങൾക്ക് അത്രയും കട്ടാവില്ലേ ഞങ്ങളുടെ ലാഭത്തിൽ നിന്നൊന്നും അയാൾ സമ്മതിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും ഇൻസൾട്ടഡും ഒക്കെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതെല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഞാനും കൂടെ അവിടെ പോകണ്ടെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ അവർ പോയി, ആ സെയിൽസ് ബോയ്സ് എല്ലാവരും പോയി. പക്ഷെ അവരെപ്പോഴും പറഞ്ഞു, അത് ഞങ്ങളൊന്നും കൂടെ പ്രസ് ചെയ്ത് പറഞ്ഞാൽ അവർ സമ്മതിക്കും. വേണ്ട, ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പ്രസ് ചെയ്യണ്ട, അല്ല വരൂ ഞങ്ങൾക്കും നിങ്ങൾ വരുന്നത് ഒരു ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത ദിവസം അവിടെ ചെന്ന് അവർ ആ ബാങ്കിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങോട്ട് നടക്കാമല്ലോ, ഒരു 10 അടി ദൂരത്തിൽ വലിയൊരു കുഴി പോകുമ്പോൾ ബ്ലാസ്റ്റോ എന്തോ ആയിട്ട് ആളുകളെല്ലാം ചിന്നിച്ചതായി ഓടിയുന്ന പിള്ളേരെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഓടി രക്ഷപ്പെട്ട്. അവർ ആരുടെയോ മേത്തൊരു ചെറിയൊരു ഷെല്ല് വന്ന് എന്തോ ഒരു ഇതായി, അവർക്കൊന്ന് ബ്രൂസ് എന്താണ്ടായി, വലിയതൊന്നും പറ്റിയില്ല. അവരങ്ങനെ 3 ദിവസം പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആലോചിച്ച് നോക്കിയേ, ഒരു സ്ത്രീയായ ഞാൻ എൻ്റെ കൊച്ചിനെയും ഇവിടെ വെച്ച്, അന്ന് അരവിന്ദ് കസഖ്സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ ജോലി ചെയ്യുക, ഞാനും മോളും മദ്രാസിലുള്ളത്. ആലോചിച്ച് എന്ത് പേടിക്കും. അതും ന്യൂസിലൊക്കെ ഇത് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും വീട്ടിലൊക്കെ ഇരുന്നിട്ട്. 3 ദിവസത്തേക്ക് കണക്ഷനേ ഇല്ല അവർക്ക്. അവരൊക്കെ എല്ലാം എന്താ പറയണ, ജാമാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടേ എന്തോ ഉണ്ടല്ലോ, ജാമർ ഉണ്ടല്ലോ, ഈ സിഗ്നൽസ് കിട്ടാതിരിക്കാനായിട്ട്. ഇവർക്ക് ആർക്കും കിട്ടരുതല്ലോ, ഈ ടെററിസ്റ്റിനും കിട്ടരുത്, അവർ രക്ഷപ്പെടാതെ നോക്കാനും ഒക്കെ ആയിട്ട് സാറ്റലൈറ്റ് സിഗ്നൽസൊക്കെ അപ്പം തന്നെ ജാമായി. വിളിച്ചാൽ കിട്ടില്ല. നമ്മൾ ജീവനോടെ ഉണ്ടെന്ന് നമ്മളല്ലല്ലോ അറിയേണ്ടത്, വീട്ടിലിരിക്കുന്നവരല്ലേ. അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പം ഞാനന്ന് ഇൻസൾട്ടഡ് ആയപ്പോൾ ഞാൻ ആ മനുഷ്യനെ പ്രാകുകയും ചെയ്ത, കണ്ടു എന്തൊരു സാധനമായി സാറ്, ഞാനൊന്ന് പോയെന്ന് വെച്ചാൽ എന്താ, ഞാൻ സ്ത്രീ ആയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഓരോപോലെ ഞാൻ അവിടെ കിടന്ന് ഓരോന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ആലോചിച്ച് നോക്കൂ, ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കുകയാണെങ്കിലും നല്ലതിന് തന്നെ വിചാരിച്ചോളൂ. നമുക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്നു, എല്ലാം തലനാരിഴയ്ക്കൊക്കെ ചിലർ രക്ഷപ്പെടുന്ന കണ്ടിട്ടില്ലേ, ഫ്ലൈറ്റ് മിസ്സായിട്ടും ഒക്കെ. അപ്പോൾ എന്ത് നടന്നാലും എല്ലാം നല്ലതിന് എന്ന് പറയുക അല്ലേ. അതിനൊരു കഥയും കൂടെ പറയട്ടെ, ബോറടിക്കുന്നുണ്ടാവും എന്നാലും കേൾക്ക്. ഒരു കർഷകൻ്റെ കുതിരയുടെ കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, അയ്യോ എന്തൊരു കഷ്ടം, അത് ഈ കുതിരയുടെ കാലൊടിഞ്ഞു, നിങ്ങൾക്കപ്പോൾ ഇനി ഇത് ചെയ്യാൻ പറ്റുമോ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുമോ, കുതിരപ്പുറത്തല്ലേ കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ ഈ കർഷകൻ പറഞ്ഞു, എല്ലാം നല്ലതിനെന്നേ എന്ന് പറഞ്ഞിട്ട് അതിനെ മേയാൻ വിട്ടു. അതിനെ അന്ന് തിരിച്ച് പോയില്ല. അതപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയയിൽ മേഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു നല്ല ഉഗ്രൻ കുതിരയായിട്ട് വന്നു. വേറെ ഒരു കുതിരേനെ, കാട്ടുകുതിരേനെ അതിൻ്റെ കൂടെ കൊണ്ടുവന്നു. അപ്പം അതായത് 2 കുതിരയായി. അപ്പോൾ ഇയാൾക്ക് ഒരു കുതിര എന്ന് തന്നെ ഉള്ളത് തന്നെ ഭയങ്കര ഇതാണ് കർഷകർക്ക്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾക്ക് 2 കുതിരയെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം നല്ലതിന് എന്ന് ഇയാൾ പറയും കേട്ടോ. എന്ത് വന്നാലും, ചീത്ത പറഞ്ഞാലും നല്ല വന്നാലും ഇയാൾ നല്ലതെന്ന് പറയും.
അങ്ങനെ ആ പുതിയ കൊണ്ടുവന്ന കുതിരയുടെ പുറത്ത് കയറി ഇതിനെ ടൈം ചെയ്യാൻ നോക്കും മകൻ. അപ്പോൾ അതേ കിടക്കണു താഴെ മോൻ്റെ കാലൊടിഞ്ഞു. അപ്പോഴും ഇയാൾ പറയും, അപ്പോൾ എല്ലാവരും പറയും, ദേ ആ കുതിരയെ കൊണ്ടുവന്ന് ശരിയായില്ല കേട്ടോ, കുതിരയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അത് ഇത്ര നല്ല കുതിരയല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എല്ലാം നല്ലതിനെന്ന് പറഞ്ഞു. മോൻ്റെ കാലൊടിഞ്ഞിട്ടും നല്ലതിനെന്ന് പറയാം. അപ്പോഴാണ് മിലിറ്ററി പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ എല്ലാം മിലിറ്ററിയിലേക്ക് ഒരു വലിയ യുദ്ധം വെട്ടാനുണ്ട്, അതുകൊണ്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇയാളുടെ മകനെ മാത്രം വെറുതെ തൊട്ട് കാല് പിടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ കണ്ടോ, എല്ലാം നല്ലതിന് അല്ലേ. കാലൊടിഞ്ഞിരുന്നപ്പോൾ അത് നന്നായില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റോറി എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എന്ത് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് നല്ലതിനായിരിക്കും എന്നങ്ങ് വിചാരിച്ചോളൂ, നല്ലതിന് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നോർത്ത് ഞാൻ വന്നതാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതും എല്ലാവരും വിഷമിച്ചും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരോടൊക്കെ നമ്മൾ എന്ത് ആശ്വാസവാക്ക് പറയാനാണല്ലേ. പറയുമ്പോൾ എല്ലാം നല്ലതിനെന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാം നല്ലതിന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. പക്ഷെ അവർ തന്നെ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ആ ഗ്രീഫിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നാളെ വരാം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനെല്ലാം 15 മിനിറ്റ്സ് 16 മിനിറ്റ്സ് ഒക്കെ ഇടുന്നത് എന്താണെന്ന് അറിയോ, 20 മിനിറ്റ് ആകുമ്പോഴേക്കും ആരും കേൾക്കാൻ അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഇതായിട്ട് ഇടുന്നത്. ഓക്കെ, ചിയേഴ്സ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ആളുകൾ കാണുക ഇത്. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ.